ചിക്കൻ്റെ പല വെറൈറ്റീസ് നമ്മൾ കഴിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പോൾ ട്രെൻഡിങ് ആയി നിൽക്കുന്നത് ഇഫ ചിക്കൻ ആണല്ലോ. അപ്പോൾ ഇവിടെ ഒരാൾ ഇഫ ചിക്കൻ കഴിക്കാനായിട്ട് ഇങ്ങനെ വെയിറ്റിങ്ങിലാണ് കേട്ടോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഉള്ള ചിക്കൻ പീസസ് വെച്ചിട്ട് ഞാനൊന്ന് ഉണ്ടാക്കി കൊടുക്കാമെന്ന് കരുതി. അപ്പോൾ എല്ലാവർക്കും മാരിനേഷനൊക്കെ അറിയാമല്ലോ. അപ്പോൾ പൊടികളൊക്കെ ഇട്ട് നന്നായിട്ട് നമ്മൾ മാരിനേറ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മാരിനേഷൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, സോൾട്ട്, വിനെഗർ ഇത്രയും ഇട്ടിട്ട് നല്ല രീതിയിലൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മാരിനേറ്റ് ചെയ്ത ചിക്കൻ പീസസ് നമ്മൾ കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ഒരു പാനിൽ അല്പം ഓയിൽ ഒഴിച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് 2 വശം മുരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ആ സമയം കൊണ്ട് ഒരു മയോണൈസ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ടൊരു കോഴിമുട്ട പുഴുങ്ങിയതെടുത്തിട്ടുണ്ട്. അതിൻ്റെ എഗ് വൈറ്റാണ് എടുത്തത്. 2 ഗാർലിക് ഇട്ടിട്ടുണ്ട്, ഒരു ചീസ് ഇട്ടിട്ടുണ്ട്, അതേപോലെ ഫ്രഷ് ക്രീം ഒഴിച്ചിട്ടുണ്ട്, കുറച്ച് ഓയിലും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്, കുറച്ച് പഞ്ചസാര, കുറച്ച് ഉപ്പും ഇട്ടിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. മരുന്ന ചിക്കൻ്റെ മേലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച മയോണൈസും കൂടി ഇട്ടിട്ട് കുറച്ച് മല്ലിയില ഇട്ടിട്ടൊന്ന് കവർ ചെയ്തെടുക്കുക. ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്യുക. അപ്പോൾ നമ്മളെ ഇഫ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചൂടോടെ കഴിക്കണം കേട്ടോ. ഇപ്പോൾ ട്രെൻഡിങ്ങിനൊപ്പം നമ്മൾ പോകാറില്ല, പക്ഷേ എന്തായാലും നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാനൊരു പൂതി ഉണ്ടാവില്ലേ, അതുകൊണ്ട് ഉണ്ടാക്കി നോക്കിയതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരാൾ വെയിറ്റിങ്ങിലാണ് ഉണ്ടോ, ചപ്പാത്തിയുടെ കൂടെ കഴിക്കലാണ്. അപ്പോൾ എൻ്റെ മോളെ പേര് ഇഫ എന്നാണ്, അതുകൊണ്ട് തന്നെ ഓക്കെ ഇഫ ചിക്കൻ കഴിക്കാൻ ഭയങ്കര ഇതിൻ്റെ അഭിപ്രായം നമുക്കൊന്ന് ചോദിക്കട്ടോ. എങ്ങനെയുണ്ട് ഇഫ ചിക്കൻ? ഇഫ സൂപ്പർ. ആഹാ, അടിപൊളിയാ? ഇഷ്ടായി? ആഹാ.